ഷിരൂരിൽ പുഴയിൽ ശക്തമായ അടിയൊഴുക്ക് 7 നോട്ട്സാണ് അടിയൊഴുക്കിൻ്റെ തീവ്രത എന്ന് അത് വിലയിരുത്തിയതിനു ശേഷം അവർ തന്നെ പറയുന്നുണ്ട്. 3 നോട്ട്സിനപ്പുറം ഡൈവേഴ്സിന് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നും പറയുന്നു. എങ്ങനെയാണ് ഇന്ന് കരയിലും ഒപ്പം തന്നെ പുഴയിലും അടുത്ത ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകുന്നത്? സുജയ, പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇന്നത്തെ ദൗത്യത്തിന് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ 4 ലൊക്കേഷനുകൾ സ്പോട്ട് ചെയ്യുകയും അതിൽ 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്താനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മേഖലയിലാണ് അർജുൻ്റെ ലോറി ഉള്ളത് എന്നുള്ളതാണ് നിലവിലെ നിഗമനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാബിനടുത്തേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് നേവി സംഘത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് റോഡിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ അകലെ 5 മീറ്ററോളം താഴ്ചയിലാണ് നിലവിൽ ആ വാഹനം കിടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൃത്യമായ പരിശോധനയിലേക്ക് പോകണമെങ്കിൽ ആ നദിയിലെ കുത്തൊഴുക്കിൻ്റെ തോത് താരതമ്യേന കുറഞ്ഞു വരണം. നിലവിൽ 6 to 8 നോട്ട്സ് എന്നുള്ളതാണ് അതിലെ ആ കുത്തൊഴുക്കിൻ്റെ വേഗതയായി പറയുന്നത്. അതിൽ നിന്ന് 2 നോട്ട്സിലേക്ക് ആ വേഗത കുറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധന്മാർക്കുൾപ്പെടെ ആ മേഖലയിലേക്ക് ഊളിയിട്ട് പോകാനും ആ ക്യാബിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ആ വാഹനത്തിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരുത്തണമെങ്കിൽ പോലും അതിന് സാധ്യമാകുന്ന തരത്തിലേക്ക് പ്രകൃതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഗംഗാവലിയുടെ ആ ഒഴുക്കിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ആർമിയുടെ സംഘം ആ മേഖലയിലേക്ക് എത്തി ലക്ഷ്മണൻ്റെ തട്ടുകടയുടെ പുറകുവശത്തുള്ള മണ്ണ് നീക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ NDRF, നേവിയുടെ സ്കൂബ ടീം ഉൾപ്പെടെ ആ മേഖലയിൽ ബോട്ടുകളൊക്കെ സജ്ജീകരിക്കുകയും തിരച്ചിൽ ഒരു പ്രാഥമികമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തിരിച്ചടി എന്ന് പറയുന്നത് ഈ നദിയിലെ ഒഴുക്ക് തന്നെയാണ്. അത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു ഡൈവിംഗ് എന്നുള്ള നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അല്പം മുൻപ് MP രാഘവൻ ഉൾപ്പെടെയുള്ള സംഘം MLA-മാരടങ്ങിയ സംഘം ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ഏകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തെക്കുറിച്ചാണ് ദീപക് സൂചിപ്പിച്ചത്. നമുക്ക് അതിലേക്ക് സ്പെസിഫിക് ആയി വന്നു കഴിഞ്ഞാൽ ലക്ഷ്മണന്റെ ധാബ ഇരുന്ന ഭാഗം, ആ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് വന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത ആളുകളെ കുറിച്ച് ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത അമ്മയോട് സംസാരിക്കുന്ന ഫോൺ കോൾ റിട്രൈവ് ചെയ്തിട്ടുണ്ട് എന്നാണ് SP നാരായണ ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ അവസാന ഫോൺ കോളിൽ ശാന്തി സംസാരിച്ച കാര്യങ്ങൾ അതിൽ ഊന്നിക്കൊണ്ട് കടയിൽ ആ സമയം എത്ര പേരുണ്ടായിരുന്നു? ലക്ഷ്മണൻ, ഭാര്യ, 2 കുഞ്ഞുമക്കൾ, ഒപ്പം കടയിലെ ജീവനക്കാരൻ, ഈ 5 പേരുടെയും മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. കടയിൽ ആ സമയം ഭക്ഷണം കഴിക്കാനായി ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിച്ചുപോയ വിനീഷ് എന്ന ഡ്രൈവറും നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ അർജുൻ ഉണ്ടായിരുന്നോ? അർജുൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലക്ഷ്മണൻ്റെയൊക്കെ മൃതദേഹം കിട്ടിയത് പുഴയോട് ചേർന്നാണ്. ആ കട ഇടിഞ്ഞു വീണ ഭാഗത്ത് നിന്നാണ്. ആ ഭാഗത്ത് പുഴക്കരയിൽ കട ഇരുന്നിടത്ത് അതിന് താഴേക്കുള്ള ഭാഗത്ത് അവിടെയൊക്കെയാണോ ഇന്ന് എക്സ്കവേറ്ററും JCB-യും ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുക? ഇന്നലെ തന്നെ അതേക്കുറിച്ച് SP സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മളോട്. ഇന്നലെ രാത്രി നമ്മൾ ആ മേഖലയിൽ പോയിരുന്നു. അവിടെ ഭൂമി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കാനുള്ള നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കനത്ത മഴ വന്നതിനെ തുടർന്ന് ഏതാണ്ട് 9:30 കൂടിയാണ് ആ ദൗത്യം അവസാനിപ്പിച്ചത്. ഇന്നും ആ മേഖലയിൽ പരിശോധന നടത്തുമെന്നുള്ളതാണ്. അതായത് 2 സാധ്യതകളാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിലൊന്ന് ലക്ഷ്മണൻ്റെ തട്ടുകടയ്ക്ക് പുറകിലുള്ള ആ മേഖലയിൽ മണ്ണിൽ പുതഞ്ഞ രീതിയിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള പരിശോധന. മറ്റൊന്ന് ആ വാഹനത്തിൻ്റെ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള പരിശോധന. ഇതിൽ 2 കാര്യത്തിലും വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ക്യാബിനരികിലേക്ക് എത്താൻ നേവി സംഘത്തിന് സാധിക്കുന്നില്ല. അതേസമയം തന്നെ ഈ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ അത്തരത്തിലൊരു സംശയത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായാണ് ആ മേഖലയിലുള്ള മണ്ണ് നീക്കം ആലോചിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഡ്രോൺ പരിശോധന നടത്തിയ ഘട്ടത്തിലും ഈ വാഹനത്തിനകത്ത് മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വീണ്ടും ഡ്രോൺ പറത്തിക്കൊണ്ട് ഒരു ഊഷ്മാവ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്താനുള്ള തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്താനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കൊണ്ട് അത് സാധ്യമാകാത്ത സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ദൗത്യസംഘത്തിൻ്റെ പക്കലും ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്നിപ്പോൾ 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോഴും വെല്ലുവിളിയായി വരുന്നത് ഇന്നു മുതൽ വരുന്ന 3 ദിവസങ്ങളിൽ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്ക് പോകാനുള്ള സാധ്യത മങ്ങുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്.